അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നലെ നമ്മൾ അറബി അക്ഷരമാലയിലെ 28 അക്ഷരങ്ങളും അതോടൊപ്പം ഓരോ പദങ്ങളും പഠിച്ചുല്ലേ. ഇന്ന് നമുക്ക് അറബി മലയാളത്തിലെ 2 പ്രയോഗങ്ങളായ എകാരം അതേപോലെ ഒകാരം പഠിക്കലേ. ഇപ്പം നമ്മൾ ബോർഡിൽ ഇപ്പം കാണുന്ന അക്ഷരം അലിഫ് അല്ലേ. അലിഫ് എല്ലാവർക്കും അറിയല്ലേ. ഇനി നിങ്ങൾ ബോർഡിലേക്ക് നോക്കിയിട്ടോ, അലിഫിൻ്റെ കൂടെ എകാരം ഇട്ടിട്ട് വായിച്ചത് എ എന്ന വായിക്കുക. അലിഫിൻ്റെ മേലെ എകാരം, നമ്മളെ ചെറിയ കുഞ്ഞു ശരി പോലുള്ള ഒരു സംഗതി എകാരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അലിഫിൻ്റെ മേലെ ഇടുമ്പോൾ എന്താ വായിക്കുക? എ എന്ന വായിക്കുക. ഇനി അതേ ആ എകാരം തന്നെ അലിഫിൻ്റെ മേലെ കാണുന്ന ആ ചിഹ്നല്ലേ, അതന്നെ നമ്മൾ വേറെ ഏതെങ്കിലും അക്ഷരത്തിൻ്റെ കൂടെ വായിക്കുമ്പോൾ അതിനനുസരിച്ച് മാറും. ഇപ്പോൾ ബോർഡിൽ കാണുന്ന അക്ഷരം ബ ആണല്ലേ. എല്ലാവർക്കും അറിയാം, നമ്മളെ ബൈത്തുൻ എന്നല്ല കണ്ട അക്ഷരം, ബൈത്തുൻ എന്നതിൽ കണ്ട അക്ഷരം ബ. താഴെ ഒരു പുള്ളിയല്ലേ ബാഇനുള്ള. അപ്പോൾ ഈ ബാഇൻ്റെ മേലെ എകാരട്ടാൽ എന്താ വായിക്കുക? ബ എന്നതിൻ്റെ മേലെ എകാരം ഇട്ടാൽ എന്ത് വായിക്കും? എല്ലാവരും മനസ്സിലൊന്ന് വായിച്ചു നോക്കിയേ. അതെ അല്ലേ, ബെ. എന്താ വായിക്കുക? ബെ. ഇപ്പോൾ ബേനെ കൊണ്ട് നമ്മളെ ബെഞ്ച് എന്നൊക്കെ എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം ഏതാ? ബെ. ബായൊന്നുമല്ല, ബി എന്നുമല്ല, ബു എന്നുമല്ല. ആദ്യത്തെ ബെഞ്ച് എന്നതിലെ ആദ്യത്തെ അക്ഷരം എന്താണ്? ബെ എന്നല്ലേ. അപ്പോൾ ആ ബെ എന്ന് എഴുതാൻ എന്താ നമ്മൾ ചെയ്യേണ്ടി? ആദ്യം ഇതേപോലെ ബെ എന്ന് എഴുതല്ലേ. ഇൻഷാ അല്ലാഹ്. വേറൊരക്ഷരം ഇനി ബോർഡിൽ കാണിച്ചു തരാം. ഇതേത് അക്ഷരം? ദാലിലെ. നമ്മൾ ഇന്നലെ ദൽവുൻ എന്ന് പഠിച്ചത് അല്ലേ. ദൽവുൻ ഇന്നലെ പഠിച്ചില്ലേ. അപ്പം അതിലെ ആദ്യത്തെ അക്ഷരം ദ, ദാലിലെ. ദാലിന് ഈ എകാരട്ടാൽ എന്താ നമ്മൾ വായിക്കുക? ദേ എന്നല്ല വായിക്കുക. അപ്പം ഇനി എല്ലാവരും സ്ക്രീനിൽ ബോർഡിൽ നോക്കി. നമ്മളെ ബോർഡിൽ ദേ എന്ന് കാണിച്ചിട്ടുണ്ട് അല്ലേ. ദേ. ദാലിന് എകാരട്ടപ്പോൾ ദേ. ഇനി ഏതൊരക്ഷരത്തിനും എകാരട്ട് കൊടുത്താൽ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ മാറ്റി മാറ്റി വായിക്കും. മീമിനാണെങ്കിൽ മേ, ജീമിനാണെങ്കിൽ ജെ, അങ്ങനെ ഹായിനാണെങ്കിൽ ഹേ. ഇനി എല്ലാവരും ബോർഡിലേക്ക് നോക്കിയേ. ഇത് ഒരു പദമല്ലേ. എന്താ വായിക്കുക? അലിഫിന് എകാരട്ടു എ, പിന്നെ ലാമിന് കസറൂട്ടു ലി. അപ്പോൾ കൂട്ടി വായിച്ചാൽ എന്താ വായിക്കുക? എ ലി. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. എ ലി. സിമ്പിളല്ലേ. നമ്മൾ എകാരട്ടൊരു പദം നമ്മൾ വായിച്ചു അല്ലേ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഉഷാറായിട്ട് വായിച്ചു നോക്കിട്ടോ. ഇനി നമുക്ക് ഈ എകാരത്തെ നമ്മൾ പഠിച്ചു. ഇനി ഇതേപോലെ പഠിക്കാൻ വേറൊരു സംഗതിയും കൂടെ ഉണ്ട്. അത് ഓകാരാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഒരക്ഷരത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ബോർഡിൽ നോക്കി, അലിഫ് വന്നിട്ടുണ്ട് അല്ലേ. അലിഫിന് നമ്മൾ നേരത്തെ ഏകാരട്ടപ്പോൾ എന്ത് വായിച്ചു? എ എന്ന് വായിച്ചു. ബാഇനിട്ടപ്പോൾ ബേ എന്ന് വായിച്ചു. ദാലിനിട്ടപ്പോൾ ദേ എന്ന് വായിച്ചു. അപ്പോൾ ഏകാരം നമ്മൾ അതേപോലെ അവസാനം എലി എന്നും പഠിച്ചു അല്ലേ. ഇനി ഈ അലിഫിൻ്റെ മേളിൽ ഒകാരട്ടിട്ട് എന്താ വായിക്കുക എന്നാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ ഇതാ കണ്ടില്ല നിങ്ങൾ, അലിഫിൻ്റെ മേലെ ഒകാരം വന്നിട്ടുണ്ട്. ഓ എന്ന് വായിക്കുക. എല്ലാവരും ഒന്ന് വായിച്ചേ. ഓ. അലിഫിൻ്റെ മുകളിൽ ഒകാരട്ടപ്പോൾ ഓ എന്ന് വായിച്ചു. എല്ലാവരും ഉഷാറായിട്ട് വായിക്കട്ടോ. ഇനി വേറൊരക്ഷരം നമുക്ക് നോക്കാം. അടുത്ത അക്ഷരം നിങ്ങളൊക്കെ ബ. ബ ഇനി മുകളിൽ ഒകാരട്ടാൽ എന്താ വായിക്കുക? നിങ്ങളൊന്ന് മനസ്സിൽ വായിച്ചു നോക്കിയേ. അലിഫിന് മുകളിലിട്ടപ്പോൾ ഓ വായിച്ചു. അപ്പോൾ ബ ഇന് മുകളിലുണ്ടാകുമ്പോൾ എന്താ വായിക്കണ്ടി? സിമ്പിളല്ലേ, ബോ. ഉഷാറായിട്ട് സ്ക്രീനിലേക്കൊന്ന് നോക്കി എല്ലാവരും. ഇതാ വരുന്നു ബോ. ഇതാട്ടോ വരുന്നത്. ഇതാ ഈ ബോർഡിൽ കാണുന്ന എന്താ? ഇതാ കണ്ടില്ലേ, ബോ എന്നാട്ടോ അത് വായിക്കുക. ബോനെ കൊണ്ട് ഒരുപാട് വേർഡുകളുണ്ട് അല്ലേ. ബോ എന്നതുകൊണ്ട് നമ്മൾ ബോർഡ് അല്ലേ. ബോർഡ് എന്നതിലെ ആദ്യത്തെ അക്ഷരം ഏതാ? ബോ അല്ലേ. അങ്ങനെ നമ്മൾ മലയാളത്തിൽ ഒരുപാട് പദങ്ങൾ അതുകൊണ്ട് പ്രയോഗിക്കൂലേ. അപ്പോൾ ബാഇന് മുകളിൽ ഒകാരട്ടപ്പോൾ എന്താ വായിച്ചത്? നമ്മൾ ബോ എന്ന് വായിച്ചു അല്ലേ. ഇനി
നിങ്ങൾ നോക്കിയിട്ട് വേറൊരക്ഷരം ദാലില്ലേ. നമ്മൾ നേരത്തെ പഠിച്ചു, ഇന്നലെ നമ്മൾ പഠിച്ച ദല്ലൂൻ എന്ന് പഠിച്ചില്ലേ ദാ. നേരത്തെ ദാലിന് എകാറിട്ടപ്പോൾ എന്ത് വായിച്ചു? ദേ വായിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഇടാനുള്ളത് ഒകാരാണ്. ഒകാരിടുമ്പോൾ എന്തായിരിക്കും വായിക്കുക നിങ്ങളൊന്ന് മനസ്സിൽ പറഞ്ഞു നോക്കി. ദോ. ആ സ്ക്രീനിൽ നോക്കി നിങ്ങൾ ദോ വന്നിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ദോ കൊണ്ട് എന്തൊക്കെയുണ്ട്? നമ്മൾ ഇന്ന് രാവിലെ കഴിക്കണ ദോശ, അതിൻ്റെ ആദ്യത്തെ അക്ഷരം ഏതാ? ദോയാലേ. ദോശ, ദോഷം അല്ലേ. ഇങ്ങനെ ഒരുപാട് പദങ്ങളുണ്ട്. അപ്പോൾ ഏകാരവും ഓകാരവും എല്ലാവരും പഠിച്ചില്ലേ. ഇനി ഓകാരം ഇട്ടിട്ട് നമുക്കൊരു വേർഡ് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. എന്താ അത്? സ്വറ. സ്വറ എന്നെങ്ങനെ എഴുതിയത്? സീന് ഇട്ടു, അതിൻ്റെ മേലെ ഓകാരം ഇട്ടു അല്ലേ. അപ്പോൾ എന്താ വായിച്ചേ? സോ. പിന്നെ റാ ഇട്ടിട്ട് ഫത്തഹ് ഇട്ടു. അപ്പോൾ ഇത് രണ്ട് വേർഡും കൂടിയിട്ട്, രണ്ടക്ഷരം കൂട്ടിയിട്ട് എന്താ വായിക്കുക? സൊറ അല്ലേ. എല്ലാവരും ഉഷാറായിട്ടൊന്ന് വായിച്ചേ. സൊറ. അപ്പോൾ ഏകാരോ ഓകാരമൊക്കെ ഓരോ അക്ഷരങ്ങളിൽ എന്ത് ചെയ്യുക? മാറ്റി മാറ്റി ഇട്ടിട്ട് നമ്മൾ വായിച്ചു കേട്ടോ. ഉഷാറായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാലേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? നമുക്ക് അറബി മലയാളം വായിക്കാൻ കഴിയുള്ളൂ. നാളത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരും ഒരുങ്ങൂലേ? അപ്പോൾ ഒരുങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്നത്തെ ക്ലാസ്സൊക്കെ മൊത്തം ക്ലിയറായിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യുക? ഉമ്മച്ചിക്കും അപ്പച്ചിക്കൊക്കെ വായിച്ചു കൊടുക്കട്ടോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാവരെയും നല്ല മക്കളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.